Hello dear students, I am Nada Mustafa, Professor of Nutrition Dietetics in Al Shifa College of Arts and Science, and today we would be discussing a small portion from the digestive system, and it is the initial part. In the previous classes we have learned about the parts of mouth and tongue. Next comes the teeth and the salivary glands. Okay, so firstly we know that the human teeth is two sets. Okay, milk teeth and the permanent teeth. Milk teeth is also called the deciduous teeth. അഥവാ പാൽപ്പല്ല് നമ്മൾ പറയുന്ന മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ ഡെസിഡസ് ടീത്തും അതേപോലെ പെർമനൻ്റ് ആയിട്ടുള്ള അത് കൊഴിഞ്ഞിട്ട് വരുന്ന പെർമനൻറ്റ് ടീത്തിൻ്റെ ഒരു സെറ്റും. ഇങ്ങനെ രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ മനുഷ്യന്മാരിൽ മാത്രം കാണുന്നത്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ഡിഫ്യോഡോണ്ട് ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് നമ്മൾ പറയാം. ഓക്കെ, ഹ്യൂമൻ ടീത്തിന് ഡിഫ്യോഡോണ്ട് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇതുപോലെ തന്നെ മറ്റു രണ്ടെണ്ണം കൂടി ഉണ്ട്, തീക്കോഡോണ്ട് എന്നും നമ്മൾ പറയും. തീക്കോഡോണ്ട് എന്ന് പറഞ്ഞാൽ ദീസ് ടീത്ത് ആർ എംബഡഡ് ഇൻ ദ സോക്കറ്റ്സ് ഓഫ് ദി ജോ ബോൺസ്. എന്ന് വെച്ചാൽ നമ്മൾ ജോല് ബോൺസിൽ എംബഡ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ അതിലേക്ക് ഒരു സോക്കറ്റിലേക്ക് എംബഡ് ചെയ്തിട്ട് ആഴ്ന്നിറങ്ങിയിട്ടാണ് നമ്മുടെ പല്ലുകളെല്ലാം ഉള്ളത്. അതേപോലെ ഹെട്രോഡോണ്ട് ആയിട്ടുള്ള ടീത്താണ് നമ്മൾക്കുള്ളത്. ദാറ്റ് മീൻസ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്. വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ടു. അതിന് പല പേരുകളുണ്ട്: ഇൻസൈസേഴ്സ്, കാനൈൻസ്, പ്രീമോളാസ് ആൻഡ് മോളാസ്. ഇതാണ് മെയിനായിട്ട് 4 തരത്തിലുള്ള ടീത്ത്. ഓക്കെ, ഇനി ഓരോന്നിലേക്ക് നോക്കുകയാണെങ്കിൽ മിൽക്ക് അല്ലെങ്കിൽ ഡെസിഡസ് ടീത്ത് ഓർ ടെമ്പററി ടീത്ത് എന്ന് പറയും. ദീസ് ടോട്ടലി 20 എണ്ണമാണ് നമുക്ക് ഉണ്ടാകുക. ദാറ്റ് ഈസ് 10 ഇൻ ദി അപ്പർ ജോ ആൻഡ് 10 ഇൻ ദി ലോവർ ജോ. ഓക്കെ, അങ്ങനെ രണ്ടും കൂടിയും കൂട്ടിയിട്ട് 20 മിൽക്ക് ടീത്താണ് ഉണ്ടാകുക. ഈ മിൽക്ക് ടീത്ത് ഫസ്റ്റ്ലി എറപ്റ്റ് ചെയ്യുന്നത് 6 month ഓൾഡ് ആകുമ്പോഴാണ് എറപ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അത് തന്നെ സ്റ്റാർട്ടിങ് മുന്നിലുള്ള ഇൻസൈസേഴ്സ് വെച്ചിട്ടാകും. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് 24 months ഓൾ ദി മിൽക്ക് ടീത്ത് വിൽ ബി പ്രസൻറ്റ്. ഓക്കെ, ആൻഡ് ഇനി ഈ മിൽക്ക് ടീത്ത് ടെമ്പററി ആണെന്ന് അറിയാം. അത് കൊഴിഞ്ഞിട്ട് പെർമനൻറ്റ് ടീത്ത് റീപ്ലേസ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ 6 years ഓഫ് ഏജ് ആകുമ്പോഴാണ്. അതുവരെ മിൽക്ക് ടീത്താണ് ഒരു കുട്ടിക്ക് ഉണ്ടാവുക. ആൻഡ് പെർമനൻറ്റ് ടീത്ത് ടോട്ടലി ഉള്ളത് 32 എണ്ണാണുള്ളത്. വി ഓൾ നോ ദാറ്റ് ദർ ആർ 32 പെർമനൻറ്റ് ടീത്ത്. ഈ 20 നിന്ന് മാറി എക്സ്ട്രാ ടീത്തുകളെല്ലാം മോളേഴ്സൊക്കെ കൂടി വന്നിട്ട് 32 പെർമനൻറ്റ് ടീത്ത് ഉണ്ടാകും. ആൻഡ് ഇറ്റ്സ് എറപ്ഷൻ കംപ്ലീറ്റ്സ് ബൈ ദി ഏജ് ഓഫ് 18 to 25 years. വിത്ത് ദി ലാസ്റ്റ് എറപ്റ്റിംഗ് ടീത്ത് വുഡ് ബി ദി വിസ്റ്റം ടീത്ത്. എന്ന് വെച്ചാൽ ഏറ്റവും അറ്റത്തുള്ള മോളാർ ടീത്ത് അല്ലെങ്കിൽ വിസ്റ്റം ടീത്തൊക്കെ 18 to 25 years അടിയിലാണ് എറപ്റ്റ് ചെയ്യുക. ഇനി ഓരോ ടൈപ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഫസ്റ്റിൽ വരുന്നതാണ് ഇൻസൈസേഴ്സ്, ദെൻ കാനൈൻസ് വരുന്നുണ്ട്, പിന്നെ പ്രീമോളാസും ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് മോളേഴ്സ്. ഓക്കെ, ഇൻസൈസേഴ്സ് നമുക്കറിയാം it is specialized for cutting and it has sharp and narrow edges. നാരോ ആയിട്ടുള്ള എഡ്ജാണ് മെയിനായിട്ടും കട്ടിങ്ങിനും ബൈറ്റിങ്ങിനുമാണ്. നമ്മൾ മുന്നിലുള്ള 2 സെറ്റ് പല്ലുകളും ഇൻസൈസേഴ്സ് ആണ്. ടോട്ടൽ 4 എണ്ണം ഉണ്ടാകും. ആൻഡ് ദെൻ കംസ് ദി കാനൈൻസ്. ദേ ലൈ ഇമ്മീഡിയറ്റ്ലി ബിഹൈൻഡ് ദി ഇൻസൈസേഴ്സ് ആൻഡ് ദീസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ കട്ടിങ് ആൻഡ് ടിയറിങ് ഓഫ് ദി ഫുഡ്. ഇതിൻ്റെ ഷേപ്പ് കുറച്ചും കൂടി പോയിൻ്റാണ്, വിച്ച് ഹെൽപ്സ് ഇൻ ദി ടിയറിങ് ഓഫ് ടഫർ ഫുഡ്സ് ലൈക്ക് മീറ്റ് ഓർ ക്രഞ്ചി വെജിറ്റബിൾസ്. നെക്സ്റ്റ് വൺ വുഡ് ബി ദി പ്രീമോളാസ് ആൻഡ് മോളാസ്. ഓക്കെ, so both of these are all called cheek teeth, which is broad and it is strong. Okay, compared to the others it is strong and it is used for crushing. And premolars നോക്കുകയാണെങ്കിൽ it has the function of tearing and grinding of food, while molars is mainly used for grinding and chewing. Okay, ആൻഡ് ഈ മോളാസിൽ ഏറ്റവും ലാസ്റ്റിൽ ഈ വരുന്ന ടീത്ത് നമ്മൾ വിസ്റ്റം ടീത്ത് പറയും. ഇറ്റ് എറപ്റ്റ്സ് ലാസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് എറപ്റ്റ് ചെയ്യുന്നത് ഇൻസൈസേഴ്സ് ആണ്, ലാസ്റ്റ് എറപ്റ്റ് ചെയ്യുന്നത് വിസ്റ്റം ടൂത്ത് ആകും. ആൻഡ് ഈ വിസ്റ്റം ടൂത്ത് തന്നെ കുറച്ച് വെസ്റ്റീജിയലാണ്. വെസ്റ്റീജിയൽ പറഞ്ഞാൽ ഏകദേശം റൂഡിമെൻ്ററി ആയിട്ട്, എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ടീത്ത് അല്ല, കുറച്ച് ചെറുതായിരിക്കും. അതേപോലെ വേണം നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ അതിനില്ല. ചിലർ അതൊക്കെ എടുത്ത് ഒഴിവാക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ടീത്ത് ആൻഡ് ഇറ്റ്സ് ഓർഡേഴ്സ്. ഓക്കെ, ഇനി സ്ട്രക്ചർ ഓഫ് ടീത്താണ് നമുക്ക് പറയാനുള്ളത്. അത് നമുക്കറിയാം. ഫസ്റ്റ്ലി നമുക്കൊരു വൈറ്റ് ലെയർ ഓഫ് ഒരു ടഫ് വൈറ്റ് കോട്ടിംഗ് ഉണ്ട്, കാൽസിഫൈഡ് കോട്ടിംഗ് ആണ്. ഇതിന് എനാമൽ എന്ന് പറയും. ആൻഡ് ബിലോ ഇറ്റ് കംസ് ദി ഡെൻഡൈൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദി പൾപ്പ് ആൻഡ് ദി റൂട്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും ഈ ഒരു ടീത്തിൻ്റെ പല ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിന് ക്രൗൺ എന്ന് പറയും. ദാറ്റ് ഈസ് അബവ് ദി ഗംസ്. ഓക്കെ, ഈ ഒരു എനാമൽ പാർട്ടായിരിക്കും ക്രൗൺ ആയിട്ടുണ്ടാവുക. ആൻഡ് ദി ബിലോ ദി ഗംസ് ഇറ്റ് ഈസ് കോൾഡ് ദി റൂട്ട്, വിച്ച് ഈസ് എംബഡഡ് ഇൻ ടു ദി ബോൺ ആൻഡ് ദ സ്കിൻ. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദിസ് ഈ ഗംസിന് ചുറ്റുവട്ടത്തും നിൽക്കുന്ന ഏരിയ നമ്മൾ നെക്ക് എന്ന് പറയും. ഓക്കെ, ദി ഗംസ് സറൗണ്ട് ദിസ് പാർട്ട്, ദിസ് നെക്ക് പാർട്ട്. ഓക്കെ,
ആൻഡ് ഈ എനാമൽ നമുക്കറിയാം കാൽസിഫൈഡ് ആയിട്ടുള്ള പാർട്ടാണ്. ഡെൻഡൈന് ഒന്നുകൂടിയും അത്ര സ്ട്രോങ് അല്ല, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സ്ട്രോങ് ലൈക്ക് എനാമൽ. ആൻഡ് ഏറ്റവും ഉള്ളിൽ പൾപ്പുണ്ട്, അവിടെയാണ് ബ്ലഡ് വെസൽസും ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാകാം. ആൻഡ് ഫൈനലി ദീസ് ബ്ലഡ് വെസൽസ് ഗോ ഔട്ട് ഓഫ് ദി റൂട്ട് ഇൻ ടു ദി ബോഡി. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻസൈസേഴ്സ് ആൻഡ് കാനൈൻ ടീത്തിന് ഒരു റൂട്ടേ ഉണ്ടാകുള്ളൂ. ഇവിടെ നമുക്ക് കണ്ടു 2 റൂട്ടുണ്ട്, പക്ഷേ ഇൻസൈസേഴ്സിനും കാനൈൻസിനും ഒറ്റ റൂട്ട് മാത്രം, സിംഗിൾ റൂട്ടഡ് ആണ്. വൈൽ പ്രീ മോളാസ് അപ്പർ ഫസ്റ്റ് മോളാർ മാത്രം ഡബിൾ റൂട്ടഡും, അപ്പർ സെക്കൻഡ് മോളാറും ആൻഡ് താഴെ വരുന്ന ലോവർ ജോയിൽ വരുന്ന എല്ലാ പ്രീ മോളാഴ്സും സിംഗിൾ റൂട്ടഡ് ആണ്. ദാറ്റ് മീൻസ് ഹിയർ വി ക്യാൻ സീ ഇവിടെ മേലെ ഇൻസൈസേഴ്സും കാനൈൻസും സിംഗിൾ റൂട്ടഡാണ് പറഞ്ഞു. പ്രീമോളാഴ്സും എല്ലാതും എന്താണ് സിംഗിൾ റൂട്ടഡ് ആണ്, എക്സെപ്റ്റ് ദി അപ്പർ ജോയിലുള്ള ഫസ്റ്റത്തെ പ്രീമോളാർ. ഇവിടെ നമുക്ക് 2 റൂട്ട് കാണാം. എന്നാൽ നേരെ മറിച്ച് സെക്കൻഡ് പ്രീമോളാർ സിംഗിൾ റൂട്ടഡ് ആണ്. ലോവറിൽ വരുന്ന 2 പ്രീമോളാഴ്സും സിംഗിൾ റൂട്ടഡ് ആണ്. അതേപോലെ അപ്പർ മോളാഴ്സിന് 3 റൂട്ടുണ്ട്, ലോവർ മോളാഴ്സിന് 2 റൂട്ട്സ് ഉള്ളൂ. ഇവിടെ നമുക്ക് പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാകും. മോളാഴ്സ് 3 സെറ്റാണ് മേലും അടിയിലുമായിട്ട് ഒരു സൈഡിൽ വരുന്നത്. മേലത്ത് മോളാഴ്സിന് 3 റൂട്ടും താഴെ വരുന്നതിന് 2 റൂട്ടുകളാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അതാണ് ടീത്തിൻ്റെ ഭാഗം. ഇനി സലൈവറി ഗ്ലാൻഡാണ് ഉള്ളത്. നമുക്കറിയാം സലൈവറി ഗ്ലാൻഡ് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡാണ്. ആൻഡ് ഇറ്റ് സെക്രീറ്റ് സലൈവ വിച്ച് ഹാസ് എൻസൈംസ് ആൻഡ് അതർ കോമ്പൗണ്ട്സ് ദാറ്റ് is needed for digestion and the lubrication of food in the mouth. It also helps in defense against the pathogens. Okay, ചെറിയ രീതിക്ക് ഒരു ബാക്ടീരിയസൈഡൽ പ്രോപ്പർട്ടിയും കൂടി സലൈവയ്ക്കുണ്ട്. ആൻഡ് ഈ സലൈവറി ഗ്ലാൻഡ് പറയുമ്പോൾ ഇത് നമ്മൾ ഹാർട്ട് പാലറ്റിലും ചീക്സിലും ലിപ്സ് ടങ് ഇവിടെയൊക്കെ ലൊക്കേറ്റഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാവ് സലൈവറി ഡക്ട്സ് വിച്ച് ഓപ്പൺസ് ഇൻ ടു ദി ഓറൽ ക്യാവിറ്റി. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ലൂബ്രിക്കേഷൻ ആൻഡ് പ്രൊട്ടക്റ്റീവ് കമ്പോണൻസ് ഓഫ് സലൈവ, ഡൈജഷൻ്റെ പാർഷ്യൽ ഡൈജഷനും കൂടി ഇവിടെ ഫംഗ്ഷനായിട്ട് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് അസിനസ് എന്ന് പറഞ്ഞതാണ്. സെക്രീറ്ററി യൂണിറ്റ് ഓഫ് സലൈവറി ഗ്ലാൻഡിന് നമ്മൾ അസിനസ് പറയും. ഇതൊരു സലൈവറി ഗ്ലാൻഡ് ആണെന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ നമ്മൾ ഒരു അസിനസ് പറയും. ദിസ് ഈസ് അനദർ വൺ, ദിസ് ഈസ് അനദർ വൺ. ഓക്കെ, സോ ഈ അസിനസിൽ ഒരു സാക്ക് ക്യാവിറ്റിയാണ് അല്ലേ, ഒരു സഞ്ചി പോലത്തെ ഒരു ക്യാവിറ്റിയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു എംറ്റി സ്പേസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ദി ലൂമൻ ഓഫ് അസിനസ് ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ സെക്രീറ്ററി സെൽസ്. ഇതാണ് സെക്രീറ്ററി സെൽസ്. ഈ സെക്രീറ്ററി സെൽസിൽ പിരമിഡ് ഷേപ്ഡ് സെൽസ് ആണുള്ളത്. ആൻഡ് ഇത് നമ്മുടെ സലൈവ, അതേപോലെ ചിലതിൽ മ്യൂക്കസ് ടൈപ്പ് ഉണ്ട്. സെക്രീറ്ററി സെൽസിനനുസരിച്ച് നമ്മൾ സലൈവറി ഗ്ലാൻഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പറയുന്നുണ്ട് സെറസ് സെൽസ്, മ്യൂക്കസ് സെൽസ് ആൻഡ് മിക്സ്ഡ് സെൽസ്. സെറസ് സെൽസ് പറയുമ്പോൾ ഇത് സെക്രീറ്റ് ചെയ്യുന്നത് വാട്ടറി സലൈവയാണ് വിച്ച് ഹാസ് മെനി എൻസൈംസ് ലൈക്ക് സലൈവറി അമിലേസ്. മ്യൂക്കസ് സെൽസ് ഒരു തിക്ക് വിസ്കസ് ആയിട്ടുള്ള മ്യൂസിനസ് സെക്രീഷനാണുള്ളത്. ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ്. ആൻഡ് മെയിൻ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ലൂബ്രിക്കേഷനാണ്, ഫുഡിൻ്റെ ലൂബ്രിക്കേഷൻ. മിക്സ്ഡ് അസിനസുകൾ വരുന്നുണ്ട്. അവിടെ 2 തരത്തിലുള്ള സെൽസും മിക്സഡ് ആയിട്ട് കാണും. സിറസ് ആൻഡ് മ്യൂക്കസ് സെൽസും മിക്സഡ് ആയിട്ട് കാണും. എന്ന് വെച്ചാൽ ഇപ്പം ഇത് വെറും ഒരു സിറസ് അസിനിയാണ്, അല്ലെങ്കിൽ സിറസ് സെൽസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ദീസ് ആർ കംപ്ലീറ്റ്ലി മ്യൂക്കസ് സെൽസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് മ്യൂക്കസ് അസിനി. ആൻഡ് ഹിയർ ഇൻ സം ഓഫ് ദം 2 കൂടി മിക്സഡ് ആയിട്ട് വരും. അതിന് നമ്മൾ മിക്സഡ് അസിനസ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് വൺ മേജർ സലൈവറി ഗ്ലാൻഡ്സ് ആണ്. നമുക്കറിയാം മേജറായിട്ട് മൈനറായിട്ട് കുറേ എണ്ണം വരുന്നുണ്ട്, ചെറുതായിട്ടുള്ളത്. ആൻഡ് മേജർ ഗ്ലാൻഡ്സ് 3 ആണുള്ളത്: പാരോട്ടിഡ്, സബ്മാൻഡിബുലാർ ആൻഡ് സബ്ലിംഗ്വൽ. പാരോട്ടിഡ് ആണ് ഏറ്റവും ലാർജസ്റ്റ്, നമ്മളെ ചീക്കിൻ്റെ സൈഡിലാണ് വരിക, ലൊക്കേറ്റഡ് ഓൺ ദി സൈഡ് ഓഫ് ദി ഫേസ്. ആൻഡ് പ്രൈമറിലി അതിൽ സിറസ് സെൽസ് ആണ്, അല്ലെങ്കിൽ സിറസ് ടൈപ്പാണ് പാരോട്ടിഡ് ഗ്ലാൻഡ്. അപ്പോൾ ഇത് നമ്മൾ ബക്കൽ ക്യാവിറ്റിയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഡക്റ്റിൻ്റെ പേരാണ് സ്റ്റെൻസൻസ് ഡക്റ്റ്. ഓക്കെ, ഓപ്പോസിറ്റ് ഓഫ് ദി സെക്കൻഡ് അപ്പർ മോളാർ ടൂത്ത് ഓൺ ദി ഇന്നർ സർഫസ് ഓഫ് ദി ചീക്ക്. നമ്മൾ ചീക്കിൻ്റെ ഇന്നർ ഭാഗത്തേക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്, ബിസൈഡ് ദി സെക്കൻഡ് അപ്പർ മോളാർ ടൂത്ത്. അവിടെയാണ് ഇതിൻ്റെ ഓപ്പണിങ് വരാം. സബ്ലിംഗ്വൽ പറയുമ്പോൾ പേര് പോലെ തന്നെ ബിലോ ദി ടങ്ങാണ്, അല്ലെങ്കിൽ ഇൻ ദി ഫ്ലോർ ഓഫ് ദി മൗത്താണ്. സ്മോളസ്റ്റ് ആണ്, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്നതാണ് സബ്ലിംഗ്വൽ ഗ്ലാൻഡ്. ഇത് മെയിൻലി മ്യൂക്കസ് ടൈപ്പാണ്. ആൻഡ് ഇതിൻ്റെ ഡക്റ്റിൻ്റെ പേരാണ് ഡക്റ്റ് ഓഫ് റിവീനസ്. ആൻഡ് നെക്സ്റ്റ് വൺ സബ്മാൻഡിബുലാർ ഓർ സബ്മാക്സിബുലറി എന്ന് പറയും. ഇതും ഒരു മിക്സ്ഡ് ടൈപ്പ് ഗ്ലാൻഡാണ്. മേജർലി സിറസ് ആണ്, ബട്ട് ചില മ്യൂക്കസ് ടൈപ്പ് സെൽസ് ഇതിലുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ലൊക്കേറ്റഡ് ബിലോ ദി ജോ ആൻഡ് ഇറ്റ് ഓപ്പൺസ് ടു ദി വാർട്ടൻസ് ഡക്റ്റ് ഇൻ ടു ദി ഫ്ലോർ ഓഫ് ദി മൗത്ത്. ചില നമ്മുടെ നാവിൻ്റെ താഴോട്ടാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്, ത്രൂ ദി വാർട്ടൻസ് ഡക്റ്റ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ടീത്ത് ആൻഡ് സലൈവറി ഗ്ലാൻഡ്. ടീത്തിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ നെയിംസ് പഠിച്ചു: ഡിഫിയോഡോൺ, പീക്കോഡോൺ ആൻഡ് ഹെട്രോഡോൺ.
അതിൽ മിൽക്ക് ടീത്ത്, പെർമനൻറ്റ് ടീത്ത്, 2 സെറ്റ് ടീത്ത് നമ്മൾ പഠിച്ചു. അതിൻ്റെ എറപ്ഷൻ്റെ ഏജസ് നമ്മൾ പഠിച്ചു. 4 തരത്തിലുള്ള ടീത്തുകളുണ്ട്: ഇൻസിസൈസ്, കാനൈൻസ്, പ്രീമോളാസ് ആൻഡ് മോളാസ്. ഇതിൻ്റെ ലൊക്കേഷനും ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസും നമ്മൾ പഠിച്ചു. പിന്നെ വരുന്നതാണ് ടീത്തിൻ്റെ സ്ട്രക്ചർ. ക്രൗൺ, നെക്ക്, റൂട്ടായിട്ടാണ് ഇതിന് ഏരിയാസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓരോ ടൈപ്പ് ടീത്തിൻ്റെയും റൂട്ടുകളുടെ എണ്ണം നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ സലൈവറി ഗ്ലാൻഡ്. അതിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ്സ് ഫങ്ഷൻ, അതിൽ വരുന്ന ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, സീറസ് സെൽസ്, മ്യൂക്കസ് സെൽസ്, മിക്സഡ് സെൽസ്. പിന്നെ മേജർ സലൈവറി ഗ്ലാൻസ് ഇൻ ഹ്യൂമൻസ്, പാരോട്ടിഡ്, സബ്ലിംഗ്വൽ, മാൻഡിബുലർ അല്ലെങ്കിൽ സബ് മാക്സിലറി ഗ്ലാൻസ് ആണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.